കൊറേ കാര്യങ്ങൾ പ്രിയക്ക് ചോദിച്ചറിയാണ്ടെന്ന്. ദുബായിലെ മസ്റ്റ് ഡു എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫുഡുണ്ടോ? ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇത്തവണ ദുബായിൽ വരുന്നത് വളരെ ഒരു മോർ ദാൻ ഒരു വ്ളോഗിംഗ് പെർസ്പെക്റ്റീവ് എന്നുള്ളത് കുറച്ച് സന്തോഷങ്ങളും ഒരു ഫാമിലി ടൈമും അങ്ങനത്തെ ഒരു പ്രോപ്പർ ഒരു ഹോളിഡേ ആയിട്ടുള്ള രീതിയിൽ. നമുക്ക് ഇതുവരെ ട്രിപ്സിന് പോകുമ്പോൾ അങ്ങനെ ഒരു ഹോളിഡേ മൂഡ് കിട്ടാറില്ല. ബിക്കോസ് ഓൾവേസ് നമ്മൾ എന്ത് വ്ളോഗിംഗ് എന്നുള്ളതായിരുന്നു. പക്ഷെ ഇത് ഒരു സന്തോഷവും റിലാക്സിംഗ് ആയിട്ടുള്ള സംഭവം നമ്മൾ പ്ലാൻ ചെയ്ത്. സോ ഇന്ന് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ആദ്യമേ പ്രിയയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന്റെ കൂടെ കറങ്ങാൻ പോവും, ദുബായ് കറങ്ങാൻ പോകും. അത് കഴിഞ്ഞ് എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന്റെ കൂടെ കറങ്ങാൻ പോകും. സോ കുറച്ച് ഗോസിപ്സും കുറച്ച് കഥകളും കുറച്ച് കാഴ്ചകളും ഒക്കെ ആയിരിക്കും ഇന്നത്തെ വ്ളോഗിൽ വരുന്നത്. ആദ്യമേ പ്രിയയുടെ ഫ്രണ്ടിന്റെ കൂടെ ആയിരിക്കും പോകുന്നത്. എനിക്കൊന്ന് നേരത്തെ കണ്ടു കാണും, നീതു ഭീമ എന്നാണ് പേര്. ഒരുമിച്ച് സെൻട്രൽ സിസ്റ്ററിലൊക്കെ പഠിച്ചതാണ്. സോ ആദ്യമേ നീതു ഇപ്പോൾ വന്ന് ഞങ്ങൾ പിക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കൂടെ പഠിച്ച ഏലിയാസ് എന്ന് എന്റെ ഫ്രണ്ട് ഉണ്ട്, ചിന്മയിൽ പഠിച്ചത്. സോ അവനായിട്ടായിരിക്കും ഞങ്ങൾ നാളെ കറങ്ങുന്നത്. അല്ല, പ്രിയനെ ഇൻസ്പയർ ചെയ്ത കാര്യോ? അതന്നെ ഞാൻ പറയണേ. ഞാൻ ഈ നീത്തുവും പണ്ട് സ്കൂൾ ബസ്സിലാ വന്നോണ്ടിരുന്നെ. അപ്പൊ ആകെ കൂടെ കോളേജിൽ പഠിക്കുന്ന രണ്ടുപേരും ഞാനും നീത്തു. ആ സ്കൂൾ കോളേജിൽ നിങ്ങൾ രണ്ട് സ്കൂൾ ബസ്സിൽ പോയിക്കൊണ്ടിരുന്നേ. അപ്പൊ സ്കൂൾ കുട്ടികളുടെ കൂടെയാണ് ഞങ്ങൾ ഇരുന്ന് വരുന്നത്. അപ്പൊ നീത്തു ഞാൻ കയറുന്നതിന് മുന്നേ ഫ്രണ്ടില് ഇരിക്കും കേട്ടാ. അപ്പൊ ഞാൻ നോക്കുമ്പോ നീത്തു എപ്പോഴും ഭയങ്കര വെൽ ഡ്രസ്ഡാ. അപ്പൊ ഞാൻ എല്ലാ ദിവസവും നോക്കും. അപ്പൊ നീത്തു എന്ത് ബ്ലാക്ക് കളർ ഡ്രസ് ഇട്ടാണെങ്കിൽ ബ്ലാക്ക് കളർ നെയിൽ പോളിഷ്, ബ്ലാക്ക് കളർ കമ്മൽ, എല്ലാം ബ്ലാക്ക് ആയിരുന്നു. ഫാഷനിസ്റ്റ് ആയിരുന്നു അപ്പൊ. അതുകൊണ്ട് യെല്ലോ കളർ, ഓറഞ്ച്, യെല്ലോ ഡ്രസ് ഇട്ട് യെല്ലോ നെയിൽ പോളിഷ് എല്ലാം. അപ്പൊ ഞാൻ ഈ കുട്ടിക്ക് എവിടെ സമയം കിട്ടും എല്ലാ ദിവസവും നെയിൽ പോളിഷ് മാറാന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് പയ്യെ നീത്തു കാർ എടുത്തു. അപ്പോഴോ കോളേജിലെ ഏക ഒരു കുട്ടി കാറിൽ വന്നിറങ്ങണ, ഡ്രൈവ് ചെയ്ത് വന്ന് എല്ലാരും നീത്തുനെ നോക്കുമ്പോ അവള് കാറിലൊക്കെ വന്ന് ഇറങ്ങണേ. അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്. അപ്പൊ നീത്തുനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. പ്രിയക്ക് ഡ്രൈവിംഗ് കൂടെ അറിയില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയാരെ. ഞാൻ അപ്പൊ മമ്മിയോട് പറയായിരുന്നു, മമ്മി എനിക്കും കാറിൽ പോണം കോളേജില് നീത്തുനെ പോലെ. അപ്പൊ മമ്മി നീ ഡ്രൈവിംഗ് പഠിക്കൂ, നമുക്ക് കാർ എടുക്കാം. പക്ഷെ കാർ എടുത്തിട്ട് കോളേജിലൊന്നും പോയില്ല ഞാൻ കാറില്. അപ്പോഴും സ്കൂളിൽ ബസ് തന്നെ. നല്ല രസമായിരുന്നു നീത്തു കാറില് പോയി. അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളും കാറിൽ കയറും. നീത്തു ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്, ഒരു ഗ്യാങ് ഉണ്ട് ഡാൻസിനൊക്കെ കളിക്കുന്ന. പിന്നെ ഭയങ്കര ഷോ അല്ലേ കാറിലൊക്കെ പോയി കോളേജിൽ. നീത്തു വല്ല ഷോ ഓഫ് ആയിരുന്നു കേട്ടാ. നീത്തു ഭയങ്കര പോപ്പുലർ ആണ് കോളേജില്. നീതു ഭീമ എന്ന് പറഞ്ഞാൽ അവിടെ അറിയാത്ത ആരും ഇല്ല, അത്ര ഫേമസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രസ്സിങ്, പിന്നെ കാറ്. ഇങ്ങനെ വന്ന് വരുമ്പോ ഇനി കാറിന് മറ്റേ 369 എന്ന് പറഞ്ഞ പോലെ നമ്പറൊക്കെ ആണോ? മോഹൻലാലിന്റെ നമ്പറൊക്കെ ആണോ? നമ്പർ എനിക്ക് ഓർമ്മയുണ്ട്, അങ്ങനത്തെ അല്ല, 2937 നമ്പർ. ഓക്കെ, ഏത് വണ്ടിയായിരുന്നു? വേറെ കാര്യമുണ്ട്. ഒരു തവണ നമ്മള് കോളേജിൽ നിന്ന് എവിടെയോ പ്രാക്ടീസിന് വേണ്ടി ഇറങ്ങുമ്പോ ധൃതി പിടിച്ചിറങ്ങിയപ്പോ ബോണറ്റില് ഫോൺ വെച്ച് ഓടിച്ചാളാ. അറിയോ? ബോണറ്റ് ഫോൺ വെച്ചിട്ട് വണ്ടി അങ്ങോട്ട് പോവാ. ഞാൻ റോട്ടിലിറങ്ങി പോയില്ല, ഇല്ല, ഭാഗ്യത്തിന്. എന്നിട്ട് വേഗം വണ്ടി നിർത്തി ഫോൺ എടുത്തു. അയ്യോ, അങ്ങനൊക്കെ. ഗൈസോ, നീത്തു നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ക്രൂസിനാണ്. നമ്മൾ ഇതുവരെ ക്രൂസിന് പോയിട്ടില്ല. ബാങ്കോക്കിൽ പോയിട്ടുണ്ട്, ഇത് വേറെ എവിടെ പോയിട്ടില്ല തോന്നുന്നു. സോ ദുബായിലെ ക്രൂസ് എങ്ങനെയുണ്ടോ നോക്കാം. ഭയങ്കര സംഭവം, ഭയങ്കര വ്യൂ ആന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നീത്തു ഭയങ്കര സംഭവം, ദുബായിലെ മസ്റ്റ് ഡു എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫുഡുണ്ടോ? നീത്തു പറയാനേ, നീത്തു അപ്പുറത്തെ ബോട്ടിൽ പോയിട്ടുണ്ട്, ഇപ്പുറത്തെ ബോട്ടിൽ പോയിട്ടുണ്ട്, എല്ലാ ആംഗിളിൽ നിന്നും ദുബായ് പോയിട്ടുണ്ട്. റോഡ് മാത്രം ഇടയ്ക്ക് വഴി തെറ്റും. റോഡ് എല്ലാവർക്കും, ദുബായ്ക്കാർക്ക് എല്ലാവർക്കും വഴി തെറ്റുമല്ലോ. ഇന്നലെ എന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ പോയി, അവനും ഇതുപോലെ റോഡ് പറ്റി. ലാസ്റ്റ് ഞാൻ മാപ്പ് ഇട്ട് പറഞ്ഞു കൊടുത്ത്. ഇവിടുന്ന് 2-3 സൈഡിൽ നിന്ന് ക്രൂസ് ഉണ്ട്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് രാത്രി ഈ ദുബായ് മെറീന എന്നുള്ള ക്രൂസാണ്. കുറേ ഷിപ്സ് ഉണ്ട്. ഞങ്ങളുടെ ഷിപ്പിന്റെ പേര് മറ്റേ പൈററ്റ്സ് ഓഫ് ദ കരീബിയന്റെ ജാക്ക് സ്പാരോ എന്നാണ് പേര് കേട്ടാ.
സോ അല്ല മറ്റേ ഒരു പഴയ രീതിയിലുള്ള ബോട്ടിന്റെ രീതിയിൽ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി അടിപൊളി വ്യൂ ആയിരിക്കും. അതെ, ഇതാണ് ജാക്ക് സ്പാരോ. പ്രിയ വേഗം പോയി കഴിഞ്ഞാൽ മുകളിലിരിക്കാം കേട്ടോ. മുകളിൽ 2-3 ടേബിളും കൂടെ ഉള്ളൂ. ഒരിക്കലും ഓടാത്ത ആൾ ഓട് നോക്ക് വ്യൂവിന് വേണ്ടി. പ്രിയ വേണ്ട, ഓടാത്ത ആളാണ്. കൊള്ളാലോ, ഫുള്ളായി. പക്ഷെ സ്ഥലമില്ല. ഓടി വന്നപ്പോൾ എനിക്ക് തോന്നിയതാ, വെറുതെ ഓടി. ഇത് കല്യാണ ഫോട്ടോ പോലെ ഞങ്ങളെ പോസിപ്പിക്കുമായിരുന്നു കേട്ടോ. ഇതിന്റെയൊക്കെ ഇനി എന്തോരം പോസായിരുന്നു. നീത്തും എല്ലാം പിടിച്ചിട്ടുണ്ട് ഇതുന്റെ ഫോണില് ഇല്ലേ? വേണ്ട, ക്രൂസ് തുടങ്ങുന്നതിന് മുമ്പ് ആൾക്കാർ ഫുഡിലേക്ക് ഓടുന്നത്. ക്രൂസ് ടേക്ക് ഓഫേ ആവുന്നുള്ളൂ, ക്രൂസ് സ്റ്റാർട്ടിങ് ആവുന്നുള്ളൂ. എല്ലാരും ഭക്ഷണത്തിലേക്ക് പോയി. വ്യൂ കാണാനല്ല വന്നേ തോന്നുന്നു. ഏതോ വ്യൂ കാണാനല്ല വന്നേ തോന്നുന്നു. എന്തായാലും ഓരോ രാജ്യങ്ങളുടെ പുരോഗമനം ഇത് നോക്ക്. ഒരു മരുഭൂമി, ഒന്നുമില്ലാത്ത വെറും മരുഭൂമി. എന്നിട്ട് ഇപ്പൊ നോക്കിക്കത്, സമ്മതിക്കണം. ഇതൊക്കെയല്ലേ ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുന്ന ഒരു ആളുടെ വിഷനാണ് ഇങ്ങനെ ആക്കിയത്. എല്ലാരും ഫുഡിന്റെ വരുന്നത്, പക്ഷെ ഫുഡുണ്ടല്ലോ ആ പാസ്ത കേടായി. അത് കഴിച്ച് ഉറപ്പായിട്ടും വയറ്റിന് പ്രശ്നം വരും. അതെന്താ അവർ സ്റ്റീൽ പാസ്ത വെച്ചിരിക്കുന്നതാവോ? അത് ഞങ്ങൾ കളഞ്ഞു. അതൊരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പാസ്തയാ. പിന്നെ ഫുഡെല്ലാം ഒന്ന് തണുത്തുപോയി. പക്ഷെ ബാങ്കോക്കിൽ നമ്മൾ ക്രൂസിന് ഓർമ്മയുണ്ടോ, നല്ല പക്ക ഫുഡൊക്കെ ആയിരുന്നു. പക്ഷെ വ്യൂ ഉണ്ടല്ലോ, അൺപാരലൽ വ്യൂ ആണ്. എനിക്കൊന്ന് ബാങ്കോക്കിനെ കാട്ടി നല്ല വ്യൂ ഇവിടെ തന്നെയാ, ദുബായ് തന്നെയാ. വ്യൂ അടിപൊളിയാണ്, ലൈറ്റ്സും ബിൽഡിങ്സും. ഇവിടെ എന്നോട് എല്ലാവരും പറഞ്ഞ രാത്രി ഒന്ന് വന്ന് കാണണം എന്ന്. ബ്ലൂ വാട്ടേഴ്സ് എന്നാണ് ഈ ഒരു ഏരിയയുടെ പേര്. നമ്മൾ പറ്റുമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് പോവാം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. രാത്രി ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ശരിക്കും രാത്രി ആക്ടിവിറ്റീസ് ഉള്ള രാജ്യങ്ങളാണ് നല്ലത് അല്ലേ? യൂറോപ്പിൽ അതില്ല. കുറച്ച് ക്ലബിങ് അല്ലാതെ ഫുഡിന് വേണ്ടി പെട്രോൾ പമ്പിൽ ഗ്രോസറി പോകേണ്ടി വരും, അല്ലെങ്കിൽ മെക്ഡോണൾസിൽ പോകേണ്ടി വരും. തായ്ലൻഡ്, മലേഷ്യ എല്ലാം ഓക്കെയാണ് നൈറ്റ് ലൈഫ്. വിയറ്റ്നാം എവിടെ? ഇവിടെ ദുബായും കുഴപ്പമില്ല, നല്ല നൈറ്റ് ലൈഫാണ്. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ക്ലബിങ് അല്ല, ബാക്കിയുള്ള എല്ലാം ഉണ്ടല്ലോ. ഇത് കൊള്ളാം ഈ ഏരിയ. ഡിന്നർ അപ്പോൾ അവർ ഹറിയപ്പ് ഇത് ചെയ്യും, കാരണം എന്തോ ഷോ ഉണ്ട്. പക്ഷെ ഫുഡ് ഞാൻ കാണിക്കാത്തത് വളരെ മോശമായിരുന്നു. എൻ്റെ ട്രാവലിലേക്ക് വളരെ റെയറായിട്ട് ഇങ്ങനത്തെ ഫുഡ് കിട്ടാറുള്ളൂ. ലൈക്ക് പാസ്ത വാസ് റോട്ടൻ. ഞാൻ തിരിച്ചു കൊടുത്തു. അത് എത്ര പേര് കഴിച്ചു എന്ന് എനിക്കറിയില്ല. ഉറപ്പായിട്ടും വയറ് പോവും. ഫുഡ് സേഫ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും കംപ്ലയിൻറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചു. കാരണം ഹസാർഡ്സ് ആണ്. ഇറ്റ്സ് റോട്ടൻ, ലിറ്ററലി റോട്ടൻ പാസ്ത. സ്റ്റെയിലെല്ലാം റോട്ടൻ ആയിരുന്നു. പക്ഷേ ഫുഡ് വളരെ മോശമായിരുന്നു. ഫുഡ് ഞാൻ കാണിക്കുന്നില്ല, വ്യൂ നല്ലതാണ്. എനിക്ക് നിങ്ങൾ എന്തായാലും ദുബായ് വരുന്നവർ ഇങ്ങനെ ക്രൂസ് ചെയ്യണം, കാരണം ഭയങ്കര വ്യൂ ആണ്, ഔട്ട് സ്റ്റാൻഡിങ് ആണ്. പക്ഷേ നിങ്ങൾ റിവ്യൂസ് നോക്കി ബോട്ടൊക്കെ നോക്കി എടുക്കുക. എന്തായാലും നിങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മറീനയിൽ നിന്നുള്ളതിൻ്റെ ക്രൂസ് എടുക്കുക. ഇൻ ദ നൈറ്റ് ഈ ക്രൂസ് നിങ്ങൾ റിവ്യൂസ് നോക്കി എടുക്കുക. എനിക്ക് ഫുഡ് ബാഡ് ആയിട്ട് കിട്ടി. സോ ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് എ ബാഡ് എക്സ്പീരിയൻസ്. പക്ഷേ എക്സ്പെക്ട് ലൈക്ക് ഒരു 95% ഇന്ത്യൻ ക്രൗഡ് ആയിരിക്കും. അതിൽ അലമ്പൊന്നും ഇല്ല, ആൽക്കഹോളൊന്നും ഇല്ലല്ലോ, അലമ്പൊന്നും ഇല്ല. പക്ഷേ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് ഒക്കെ ആയിരിക്കും പ്ലേ ചെയ്യുന്നത്. ഐ ടോട്ടലി എൻജോയ് ഇറ്റ്. പക്ഷെ റിവ്യൂ നോക്കി എടുക്കുക. വേറെ ഇന്ത്യക്കാട്ടി നല്ല ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. ആൻഡ് കം ആൻഡ് എൻജോയ് ദ വിൻഡ് ആൻഡ് ദ വ്യൂ. ഇവിടെ ഇനി ഇതുപോലെ ഒരു ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ട്. സമ്മതിക്കണം കേട്ടാ, തല കറങ്ങാതെ ഡാൻസ് ചെയ്യുന്നത്. ഓ അമ്മോ, എത്ര നേരമായി അറിയാം. ഞാൻ കുറച്ചു ഭാഗമേ കാണിക്കുന്നുള്ളൂ. വേദമൊക്കെ അന്തം വിട്ട് നോക്കുക.
എത്ര നേരം ഇത്? ഇത് നിർത്തില്ല, ഞാൻ നിർത്തേണ്ടി വരും. ഷോ ഇപ്പം ഏകദേശം 2 minutes 30 seconds ആയി. ഇതുവരെ കറങ്ങി നിർത്തിയിട്ടില്ല. ഇപ്പൊ ലൈറ്റ് ഓഫ് ചെയ്ത് പുള്ളിയുടെ ഡ്രസ്സില് ലൈറ്റ് ഇട്ടു. ഓ വ്യൂ നോക്ക്, ഇതൊക്കെയാണ് വ്യൂ. ഗോർജിയസ് കേട്ടാ, ഗോർജിയസ്. ഓ എന്താ ഇത്? എങ്ങനെ ഇത്ര കറങ്ങാൻ പറ്റുന്നു? ഓ അടിപൊളി കേട്ടാ, അടിപൊളി. ഒരു പെർഫോമൻസ് മതി നമുക്ക് ഓർത്തിരിക്കാൻ. ഇതുണ്ട് ഇപ്പൊ അതിനെ കൊച്ചാക്കി പ്രിയ, ബേബിയായി. അപ്പൊ എന്തോ ഇന്റർപ്രിട്ടേഷൻ ഉള്ള ഡാൻസ് ആയിരിക്കും ഇത്. കൊള്ളാലോ. ഓ ബേബിനെ വാങ്ങി. ഇത്രയും കറങ്ങിയിട്ടും മുടിയൊക്കെ കെട്ടു നോക്ക്. ഒരു ഭയങ്കര കൺട്രോൾ അല്ലേ? അടിപൊളി. ഒന്ന് തല കറങ്ങുന്നില്ലേ? ഏത് ഹാപ്പിയായി, ഏത് ഹാപ്പിയായി. പ്രിയ പോയിട്ടുണ്ട്. ഭരതനാട്യ സ്കിൽസ്, കുച്ചിപ്പുടി സ്കിൽസ്. ഒള്ളയില് ബെറ്റർ പ്രിയ. കൊള്ളാലോ. ആ പോകുന്നൊന്നുമില്ല. നീത്തുനെ വിളിക്കുന്നോ? തല ഇറങ്ങുന്നുണ്ടോ? അപ്പോ ഓ 2 ഡാൻസേഴ്സ്. ആ ആ ഓ നീന്ത ബെസ്റ്റ്. അടിപൊളി. ഇതൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഒരു 4-5 ക്രൂസിൽ പോയിട്ടില്ലേ, അതിന്റെയാ. വരുന്നുണ്ട്. വാ. തല ഇറങ്ങി അവിടെ സ്റ്റക്കായി. വ്യൂ എന്തായാലും അടിപൊളിയായിരുന്നു അല്ലേ പ്രിയ? മസ്റ്റ് ഡുവാ ദുബായില്. അടിപൊളിയായിരുന്നു കേട്ടോ ഇത്തോ. ഗൈസോ നമ്മൾ അടുത്ത സ്ഥലം ഏതാണെന്നറിയോ? ഇവിടുത്തെ ഒരു 24 hours ബീച്ചാണ്. ഞാൻ പറഞ്ഞപ്പോൾ വിചാരിച്ചു ജസ്റ്റ് ഒരു ബീച്ച് പോലെ വേറെ സംഭവം ഒന്നും രാത്രി കാണില്ല. അതിപ്പോൾ ഏകദേശം ഒരു 11 മണിയായി. പക്ഷെ രാത്രി നല്ല ആക്റ്റീവാണ്. ദുബായ് പൈസ ഉണ്ടെങ്കിൽ ദുബായ് ഒരു സംഭവമാണ്. 24 hours ഉള്ള ബീച്ചാണ്. 24 മണിക്കൂർ ഓപ്പൺ ആണ്. കോസ്റ്റ് ഗാർഡും ലൈഫ് ഗാർഡും ഒക്കെ ഉണ്ട്. രാത്രി പബ്ലിക് ടോയ്ലറ്റ്സ്. ഇവിടെ നല്ല ഹോട്ട് ചോക്ലേറ്റ് കിട്ടുമെന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് തോന്നുന്നില്ല. ഈ ബീച്ചിൻ്റെ ഏറ്റവും അത്ഭുതമായി തോന്നിയത് ഒബ്വിയസ്ലി 24 hours എന്ന് പറഞ്ഞാൽ കോഫി ഷോപ്സും ക്ലീനും സെക്യൂർഡും അതൊക്കെയാണ്. വി എക്സ്പെക്ട് ഓൾ ദാറ്റ് ഫ്രം ദുബായ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം വീൽ ചെയറിലാണെങ്കിൽ പോലും ലോകത്ത് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഒബ്വിയസ്ലി കാണും, പക്ഷെ എനിക്കറിയില്ല. ബീച്ച് വീൽ ചെയറിൽ ഇവിടെ നിന്ന് അവർ വീൽ ചെയർ തന്ന് ആ വീൽ ചെയറിലുള്ളവർക്കും ബീച്ചിൽ പോകാൻ പറ്റും ത്രൂ ദിസ് ട്രാക്ക് ഡയറക്ട്ലി ടു ദ വാട്ടേഴ്സ്. ദുബായ് ഇസ് ഗ്രേറ്റ്. എന്ത് രസമാണ്. രാത്രി ഇവിടെ വന്നാലും ഒരു കുഴപ്പമില്ല ശരിക്കും. ഞാൻ വീണ്ടും പറയാം, തുടക്കത്തിൽ പറഞ്ഞായിരുന്നു നമ്മുടെ വ്ളോഗിൻ്റെ, പക്ഷേ വീണ്ടും പറയാം, വെൻ യു പേ സോ മച്ച് മണി ഫോർ യുവർ റെൻറ്റ് ആൻഡ് ഓൾ ദി അതർ എക്സ്പെൻസ് ആൻഡ് എവറിത്തിങ്, what you're getting is such a secure, clean, safe environment which is priceless. അതിനെങ്ങനെ പ്രൈസ് ഇടും? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. നമ്മുടെ നാട്ടിൽ നമ്മളെ കൊണ്ടാവുന്ന എത്ര വേണമെങ്കിലും നമ്മൾ ടാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ വാട്ട് വി വോണ്ട് ഇസ് പ്രോപ്പർ ഇതുപോലത്തെ ഇൻഫ്രാസ്ട്രക്ചർ. അത് പിന്നെയും നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. പക്ഷേ സേഫ്റ്റി, നമുക്ക് നമ്മുടെ ഫാമിലിയുടെയും കുഞ്ഞുങ്ങളുടെയും വയസ്സായവരുടെയും ഒക്കെ സേഫ്റ്റി നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ? പക്ഷേ ഇപ്പോൾ നാട്ടിൽ
നമ്മൾ കുറേ കാലം നമ്മൾ കേരളത്തിൽ അങ്ങനെ ഒരു കാര്യം വെറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം റീസെൻ്റ്ലി കേരള ഇസ് നോട്ട് എ സേഫ് പ്ലേസ് ടു ലിവ്. അത് ഒരു വളരെ വളരെ എന്താ പറയുന്നത്, എൻ്റെ പേഴ്സണൽ തോട്ട്സിലേക്ക് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇഫ് നൗ ഇതുവരെ എനിക്ക് കേരളം വിടണം എന്നുള്ളൊരു ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇതും കൂടെ വന്നുകൊണ്ട് നമുക്ക് ബാക്കിയെല്ലാം, അത് ഞാൻ പിന്നൊരു ബ്ലോഗ് ചെയ്യാം, ബാക്കിയെല്ലാം സഹിക്കാം. കറപ്ഷനും ബാഡ് ഇൻഫ്രാസ്ട്രക്ചറും പൊല്യൂഷനും ട്രാഫിക്കും അതൊക്കെ. പക്ഷേ നമ്മുടെ കുട്ടികളുടെയും പാരൻസ് സേഫ്റ്റി കോംപ്രമൈസ് ചെയ്താൽ പ്രശ്നമാണ്. രാത്രി വരെ ഇവിടെ ലൈഫ് ഗാർഡ്സ് ഇരിക്കുന്നുണ്ട്. ആൻഡ് നേരെ വീൽ ചെയർ ഇവിടെ നിന്ന് നമുക്ക് വെള്ളത്തിലേക്ക് ഇറക്കാം. അടിപൊളിയല്ലേ? അല്ല അല്ല, അയ്യടാ, ഞാൻ വെള്ളത്തിൽ ഇറങ്ങാൻ പോകുന്നു രാത്രി. അല്ല അല്ല, അയാൾ നീന്താൻ ഇറങ്ങിയതാ. ശരിക്കും നമുക്ക് രാത്രി, ഞങ്ങൾ വിയറ്റ്നാമിൽ ഇതുപോലെ പോയിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഞാനും ജെഫ്രിനും. നമുക്ക് പറ്റുമെങ്കിൽ ഇറങ്ങാം. ഒന്ന് ചാടിയാലോ എല്ലാവർക്കും കൂടെ. മണ്ണിലൊന്നും ഇരിക്കാൻ പറ്റില്ല ഇപ്പോൾ. നമ്മൾ ഡ്രസ്സൊന്നും എക്സ്ട്രാ കൊണ്ടുവന്നില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ പ്രിയയുടെ ഫ്രണ്ടിനെ കണ്ടു, ഇനി എൻ്റെ ഫ്രണ്ടിനെ കാണാം. അവർ താഴെ വെയിറ്റ് ചെയ്തുണ്ട്. ആക്ച്വലി എൻ്റെ കൂടെ എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് എൻ്റെ കോളേജ് ഫ്രണ്ട്സാണ്. അവരായിട്ടാണ് ഞാൻ ഇപ്പോഴും ടച്ചിലുള്ളത്. എൻ്റെ സ്കൂളിൽ പഠിച്ച 1-2 പേരായിട്ടേ ഞാൻ ടച്ചിലുള്ളൂ. ഇത് ചിന്മയെ പഠിച്ച എൻ്റെ ഫ്രണ്ടാണ്. കുറച്ച് കഥകൾ പറയാനുണ്ട്, മാക്സിമം പറയിപ്പിക്കാതെ നോക്കാം. മിക്കവാറും പ്രിയ അവരെ കൊണ്ട് കഥകളൊക്കെ പറയിപ്പിക്കും. ഏലിയാസ് ആണ് പേര്. ഇപ്പം ദുബായിൽ ഏകദേശം 10-12 വർഷമായി തോന്നുന്നു. അതെ, ഇനി എൻ്റെ ഫ്രണ്ട് ഞാൻ കാണാൻ പോവാ. എന്ത് വേണമെങ്കിലും എന്നെ കുറിച്ച് ചോദിച്ചോട്ടാ, എല്ലാം ഭയങ്കര ഒപ്പീനിയൻ ആയിരിക്കും. അവൻ കൊറേ പറയാനുണ്ട്, ചിലപ്പോ അവൻ പറയായിരിക്കും, ചോദിച്ചു നോക്കാം. ഒരാളി വണ്ടിയിൽ അവിടെ വെയിറ്റ് കാർഡ്. എനിക്കൊന്നും ഇപ്പോൾ അവനെ കാണുന്നത് ഏകദേശം 4 വർഷമായി. കഴിഞ്ഞ തവണ വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. പിന്നെ നാട്ടിൽ വെച്ചൊന്നും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. എടാ, ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, കുഴപ്പമുണ്ടോ? കുറേ കാര്യങ്ങൾ പ്രിയക്ക് ചോദിച്ചറിയാനുണ്ടെന്ന്. എന്നെ കുറിച്ച് പിന്നെ നല്ല കാര്യങ്ങളല്ലേ പറയുള്ളൂ. കേട്ടോ, ഇൻസ്റ്റാഗ്രാമിലെ ട്രെൻഡിങ് സ്ഥലത്താണ് ഇവ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. 10 മിനിറ്റ് ഉള്ള സ്ഥലത്തേക്ക് 1 മണിക്കൂർ എടുക്കാൻ. ദുബായിൽ 16 വർഷമായിട്ട് ലാസ്റ്റ് ഞാൻ വരേണ്ടി വന്നു വഴി പറഞ്ഞു കൊടുക്കാൻ. എത്തി ദേ പിക്കപ്പ് ഹിയർന്ന്. കൊള്ളാലോ സെറ്റപ്പ് എന്ന് പറയുക. നമ്മള് ഇൻസ്റ്റഗ്രാമിൽ കൂടെ ഓർഡർ ചെയ്യണേ. ഒറ്റ ഒരു ഡിഷേ ഉള്ളൂ. ഇതൊരു അറബിയുടെ വീട്ടിലാണ് ഇത് വരുന്നുണ്ട്. അപ്പോൾ ഈ അറബിയുടെ വീട്ടിൽ നിന്ന് ഹോട്ട് ചോക്ലേറ്റ് മാത്രമുള്ള അത് കൊണ്ടുവരും. വേറെ ഒരു ഡിഷും ഇല്ല. അത് നമ്മൾ കാറിൽ നിന്ന് തന്നെ അവർ സെർവ് ചെയ്യും. നേരത്തെ ഓർഡർ ചെയ്യണം. ആൻഡ് എനിക്കൊന്ന് ടൈമിംഗ് ഒക്കെ ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ടോയെന്നും അറിയില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പാണിത്. ഇതേ ഹോട്ട് ചോക്ലേറ്റ് വരുന്നുണ്ട്. അപ്പോൾ കൊള്ളാമല്ലോ. ഓ വാവ്, താങ്ക് യു. എന്നാ നിനക്ക് എങ്ങനെ മനസ്സിലാക്കി ഹോട്ട് ചോക്ലേറ്റ് ഇഷ്ടം? അത് ഓഹോ, ബെസ്റ്റാ? ഷുവർ? യെസ്, ബെസ്റ്റ് ഹോട്ട് ചോക്ലേറ്റ്. ഓക്കേ. You're there every day? Every day. Every day. Yeah, every day. Now it is extended timing, huh? From 2, now we are in Ramadan. Yeah. So 5:30 to 1:30. Yeah, that is fine. Yeah. Otherwise Okay. it closes at 10:30 something. No, like that. that was then. Okay. Ramadan time, yes. Now Ramadan time. Yes. Otherwise after Ramadan it's still 10. What? After After Ramadan? After Ramadan, 2 to 10. 2 to 10. 10. Yeah, Okay. that is what that is. Okay, thank you. Thank you. No, this no. ഓ, വേറെ സാധനങ്ങളും ഉണ്ടോ അപ്പോൾ അവർക്ക്? Enough and all. കുനാഫ ആണോ? ഓക്കെ. എന്തായാലും ദേ ഒരു വൈറൽ ഹോട്ട് ചോക്ലേറ്റ് കൊള്ളാലോ. അത് അത്യാവശ്യത്തിൽ കൂടുതൽ ഫേമസ് ആണ്. നല്ല ചൂടാണ്. തിരക്കൊന്നും പോരാ. ഓ പ്രിയ കുടിച്ചോ? ആഞ്ചലിനെ പൊട്ടിക്കോ? അല്ലേ, ഞാൻ ഒരിക്കലും പറയുന്നു വിചാരിച്ചല്ല. ഞാൻ പ്രിയയുടെ സ്റ്റേറ്റസ് കണ്ടപ്പോ ഞാൻ പ്രിയക്ക് ദില്ലൂനാണ് ഇഷ്ടം. അതൊന്നും ദില്ലൂന് ഇഷ്ടപ്പെട്ട. പക്ഷെ ഭയങ്കര സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടാ. ക്രഞ്ചിനെസ്, ആ മാഷ്മെല്ലോ അല്ല വിപ്പ് ക്രീമും ചോക്ലേറ്റും. ഇതുണ്ടല്ലോ ഇതിന്റെ അകത്തെ ചോക്ലേറ്റ് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല. എനിക്കൊന്നും അത്രയും ഡാർക്ക് ചോക്ലേറ്റ്. പക്ഷെ കുടിച്ചു കഴിയുമ്പോൾ ഭയങ്കര റിച്ച് ആൻഡ് ക്രീം. മസ്റ്റ് വിസിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ്.
ഡെഫിനറ്റ്ലി ഒരു മസ്റ്റ് ട്രൈ ആയിട്ട് എനിക്ക് തോന്നുന്നു UAE-ൽ. ബുർജ് അൽ അറബ് നമ്മൾ ഇതുവരെ കയറാത്ത അല്ലെങ്കിൽ കഴിക്കാത്തൊരു സ്ഥലമാണ് ബുർജ് അൽ അറബ്. പക്ഷേ ഇവരെപ്പോഴും കൊണ്ടുവന്ന എന്താ നീ കൊണ്ടുവന്ന സ്ഥലത്തിന് പേരെന്താ? ഹോട്ട് ഫിഷ്. ഇവരാര് വന്നാലും ഇവിടെ കൊണ്ടുപോകുന്നു. അത്രയും സെറ്റപ്പാന്ന്. ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയും കേട്ടല്ലോ. കഴിച്ചു കഴിഞ്ഞിട്ട് നിനക്ക് നമ്മുടെ ഹോട്ട് ബ്രെഡ്സ് ഒക്കെ ഓർമ്മയുണ്ടോടാ? അത് പൂട്ടിപ്പോയി. ഹോട്ട് ബ്രെഡ്സ് ഇല്ല ഇപ്പൊ. എല്ലാ ബ്രാഞ്ചും പൂട്ടിപ്പോയി. അയ്യോ അന്ന് അടിയായിരിക്കും. നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമ്മൾ കോഫ്തനായിട്ട് ബുക്ക് ചെയ്യും. ഒരു ലിമിറ്റഡ് നമ്പറേ ഉള്ളൂ. അപ്പൊ ആരാദ്യമേ ബുക്ക് ചെയ്യും അവർക്ക് കിട്ടും. ഞാൻ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവന്റെ ബുക്ക് ചെയ്തൊക്കെ എടുത്തോണ്ട് പോകും കേട്ടാ. എന്തായാലും ഒരു സംഭവമായിരുന്നു. എല്ലാ ബ്രാഞ്ചും പോയി. സ്റ്റേഷനും അടിപൊളിയോ അല്ലേ? പബ്ലിക് പാർക്ക്. ഇത് എത്ര ബ്രാഞ്ച് ഉണ്ട്? 3 ബ്രാഞ്ച്. ഇതാണ് ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് അല്ലേ? ബ്രാഞ്ച് വൈസ് ഓക്കെ. ഇതിന്റെ ലൊക്കേഷൻ നല്ലതാണ്. കാരണം എന്താ അറിയോ, ഈ പാർക്കിന്റെ അകത്ത്, ഇവിടുത്തെ ഒരു പാർക്കിന്റെ അകത്ത് നമുക്കിത് ബുർജ് അൽ അറബ് ഒക്കെ കണ്ടുകൊണ്ട് നല്ല ഒരു ഡൈനിങ് സെറ്റപ്പ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഹോട്ട് ഫിഷ് മലയാളികളുടെ ആണ്. വന്നിരുന്നോ? ഇത് എങ്ങനെയുണ്ട് ചേട്ടൻ? ഏലിയാസ് അങ്കിളിനെ പോലെ തന്നെ സൂപ്പറാണോ? അച്ഛനെ പോലെ തന്നെ സൂപ്പറാണ്. ഈ ഏലിയാസ് അങ്കിളില്ലേ, ഈ ചേട്ടൻ്റെ അച്ഛൻ, ഡാഡി, അപ്പയുടെ ഭയങ്കര ഫ്രണ്ടായിരുന്നു. അറിയാം, ഞങ്ങൾ ഒരുമിച്ചാണ് കോളേജിൽ പഠിച്ചത്. സ്കൂളിലല്ല, കോളേജിൽ പഠിച്ചത്. നീ ഒന്ന് കോൺഫിഡൻ്റ് ആയി പറ. നീ എന്തേ കിടന്ന് കുലുങ്ങുന്നത്? കാര്യം പറ. ഓക്കെ ഓക്കെ ഓക്കെ. കറാമയിൽ ഒരെണ്ണമുണ്ട്. ഓക്കെ. സ്പെഷ്യാലിറ്റി എന്താ? ഓക്കെ ഓക്കെ. ഇവിടെ തുടങ്ങിയത് ചെറിയൊരു തട്ടുകട സെറ്റപ്പ് ചെയ്യുന്ന. ഓ എന്ന് പറഞ്ഞാൽ ഒരു ക്യാബിൻ. ഓക്കെ. ജുമേറയില്. ഓക്കെ. ഇപ്പൊ 3 ബ്രാഞ്ചായി. ഓക്കെ. നിങ്ങളാ? നിങ്ങൾ ഇവരെ ഹണിമൂണിന് കൊണ്ടുവന്ന സ്ഥലമാണ്. ഹണിമൂണിന് ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവന്ന 10 ആയപ്പോ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്? ആ ഓക്കെ. അപ്പൊ ഹണിമൂണിന് ഓക്കെ. പിന്നെ ഇവിടെ കൊണ്ടുവരും. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മളെന്താ പറയുന്നത്? ക്ലോസിംഗ് ആയി. വേഗം പറ. നമ്മളിപ്പോ ഫിഷ് ഹോട്ടലിൽ ശേരിയുണ്ട്, ഓഫറുണ്ട്, ഓക്കെ. നമ്മൾ ഫിഷ് ചൂസ് ചെയ്യാം, അവരത് ഫ്രൈ ചെയ്ത് തരും. ഓക്കെ. പിന്നെ അതിന്റെ സൈഡ് നമുക്ക് പൊറോട്ട കറി എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ. ഇതപ്പോ നമ്മുടെ കേരള സ്റ്റൈലാണോ അതോ അറബിക് സ്റ്റൈലാണോ? ഓക്കെ ഡൺ. ഇവനോട് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടാ. ഇനിയിപ്പോ ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു? പാവം പയ്യനായിരുന്നു അതോ ഭയങ്കര എന്താ പറയാ ശല്യമായിരുന്നു? എന്ത് ചോദിച്ചാലും നല്ല കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അതാണ് ധൈര്യത്തിൽ ചോദിക്കുന്നു പറഞ്ഞു. നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവില്ല. അതെന്താണെന്നറിയോ, ബേസിക്കലി കോളേജില് ഒന്നിനും ഇല്ല ഞാൻ. കാരണം ഒരു കഴിവുമില്ല സത്യം പറഞ്ഞ. സ്പോർട്സ് ഇല്ല, ആർട്സിനും ഇല്ല, ഡാൻസ് ഒന്നിനും ഇല്ല, സ്പോർട്സിനും ഇല്ല, ഭക്ഷണവും ഇല്ല കാര്യമായിട്ട്. അതെ, അതിനും ഇല്ല. ഒരു തവണ അടി ഉണ്ടായി, അത് ഞാൻ പറഞ്ഞിട്ടില്ലേ. പക്ഷെ അതല്ലാതെ വേറെ ഒന്നുമില്ല. അതെ, എല്ലാരും ഉണ്ടായിരുന്നു. അതെ, അതുകൊണ്ടൊന്നല്ല. അല്ല, അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ശരിക്കും പേടിച്ചു. അവരൊക്കെ ഭയങ്കര വലിയ ടീംസ് ആയിരുന്നു. നമുക്ക് ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റിൽ പോയി അടിച്ചതല്ലേ. പക്ഷെ അതൊരു ടൈമിൽ അത് മാത്രം ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് ആ കൂടെ നമ്മുടെ കയ്യിൽ ഉണ്ടായാലും ഒരു കോൺഫ്ലിക്റ്റ് അതായിരുന്നു അല്ലേ. അത് കഴിഞ്ഞ് റാഗ് ചെയ്യാൻ അറിയില്ല ഞങ്ങൾക്ക്, ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കോളേജിൽ ഒന്നുമില്ല പ്രത്യേകിച്ച് പറയാൻ. പഠിക്കാൻ അത്രയും പോലും കൊള്ളില്ല. അത് നല്ലായിരുന്നു. കാരണം എല്ലാവരും ഒരേ, നമ്മുടെ ബാച്ച് മേറ്റ്സ് ഭയങ്കര വൈബായിരുന്നു. എനിക്ക് ഇന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് സ്കൂളിൽ ഞാൻ അത്രയും കാലം പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ 3 വർഷം പഠിച്ച കോളേജ് മേറ്റ്സ് ആയിട്ടാണ് ക്ലോസ് ഫ്രണ്ട്സ്. ഇപ്പോഴും ചിലപ്പോൾ എല്ലാവരായിട്ടും നമ്മൾ ടച്ച് ഇല്ല. എല്ലാവരായിട്ട് ടച്ച് ഇല്ല. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ
സംസാരിച്ചതുപോലെ നമ്മുടെ ഇടയിലുള്ള ഒരു ഫീലിംഗ്. ഇങ്ങനെ നിർത്തിയോണ്ട് അങ്ങ് തുടങ്ങാം. അതെ, ക്ലാസ് കട്ട് ചെയ്ത സിനിമയ്ക്ക് എവിടെ അതൊന്നുമില്ല. ഒന്നിനോട്ടൊക്കെ പോയിട്ട് ഇവൻ വന്നിട്ട് ഞാൻ പോയിട്ടൊന്നുമില്ല, എനിക്ക് അതിനൊന്നും ധൈര്യമൊന്നും ഇല്ലാന്ന്. ഉച്ചയ്ക്ക് വീട്ടിൽ പോകും. ഉച്ചക്ക് കറക്റ്റ് ഗ്രാൻഡ് ഫാദറിന്റെ വീട്ടിലേക്ക് പോകും. ആ, നിന്റെ grandfather ഉണ്ടായിരുന്നല്ലേ? അങ്കിളും ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ വീരാമനൊക്കെ ഓർമ്മയുണ്ട്. അങ്ങനെയായിരുന്നു. അപ്പൊ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലാന്ന് എനിക്ക് അറിയാം. ഒട്ടും ഹാപ്പനിങ് അല്ലായിരുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഹാപ്പി. ഓ പിന്നെ എനിക്കൊന്ന് പാവം പയ്യൻ പഠിക്കുക, നമ്മള് വീട്ടിൽ വരിക, വീട്ടിൽ പോവാ, പഠിക്കുക. ജിം അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ ആയപ്പോ ഭയങ്കര ജിമ്മായിരുന്നു. ആ, ജിമ്മിന് പോയിരുന്നു. ആ ജിമ്മിൽ പോയിട്ടുണ്ട്. മെലിഞ്ഞില്ല, ഓർമ്മയില്ല എനിക്ക് വന്നപ്പോഴും. സ്കൂളിന് നേരെ ജിമ്മിലെ വീട്. അതിന് ഇൻസ്പിറേഷൻ നമ്മുടെ ഡെലാനോ. ആ ഞങ്ങളുടെ ഒരു ആംഗ്ലോ ഇന്ത്യൻ പയ്യനുണ്ടായിരുന്നു. അവന് ഭയങ്കര ജിമ്മനായിരുന്നു ഫസ്റ്റ് ഇയറിൽ. അപ്പൊ അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാനും റിനു എന്ന് പറയാൻ ഞങ്ങളുടെ ഒരു ക്ലോസ്. അവനായിരുന്നു എന്റെ ഏറ്റവും ക്ലോസ്. ആര്? റിനു. കോമ്പറ്റീഷൻ സ്കൂൾ ടൈമില്. ഇപ്പൊ അടിച്ചോ? ഇപ്പോഴും ഫോം ആണോ അവൻ? ആണല്ലേ? കാണിച്ച ഫോട്ടോ. ആണല്ലേ? അവനും ഞാനായിരുന്നു ജിമ്മില് ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഓ അത് കൊള്ളാലോ, കാണിച്ചു തന്നെ അവന്റെ ഫോട്ടോ. ഫോട്ടോ കൊണ്ട് ഞാൻ ഇതാണോ അവന്റെ ഇതിപ്പത്തെ ലേറ്റസ്റ്റ് ആണോ? അമ്പോ കണ്ടാ പറയോ? അത്രയും ചെറുപ്പായിട്ടിരിക്കുന്നത്. അയ്യോ, it doesn't look like a father. ഇവനെ കണ്ടാന്ന് എടുത്തത്. ആരാ? ഞാൻ കണ്ടിട്ടില്ലടാ. കണ്ടാ അങ്ങനെ ഇരിക്കുന്നത്. ഞാൻ അടുത്ത വർഷം അങ്ങനെ ആവും കേട്ടാ പ്രിയ. തുറന്നില്ല. ഇത് കൊളാഷാ. ഓ ഇത് ഭയങ്കര സൈസാണല്ലോ ഇത്. ഏത് മീനാ ഇത്? ഇത് ശരിയല്ലേ? പ്രോൺസും വന്നോ? പ്രോൺസ് ഏലിയാസിന്റെ മോൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ മീൻ കറിയും അൺലിമിറ്റഡാ. ഇതെന്താ ഇത്? പൊടിയോ? ഇവൻ ചോദിച്ചു വാങ്ങുന്നതെന്ന് തോന്നുന്നു. നാട്ടില് മൊത്തം ഈ പൊടിയുടെ പ്രശ്നം അറിയാലോ. ആ പൊടിയൊന്നും അല്ലല്ലോ ഇത്. നിന്റെ സെലക്ഷൻ ഒന്നും പറയില്ല കേട്ടാ, സൂപ്പർ ആയിട്ടുണ്ട്. അതെ അത് ഉറപ്പായിട്ട് അറിയിക്കും. ആ പൊടിയാണ് സംഭവം കേട്ടാ. ഫിഷ് അടിപൊളിയാണ്, ഭയങ്കര ഫ്രഷ് ആണ്, അതൊക്കെ സംഭവമാണ്. പക്ഷെ ഇത് സെറ്റപ്പാണ് ഇതിന്റെ പൊടി. ഈ പൊടി എല്ലാത്തിലും ഇട്ടിട്ടുമുണ്ട്. ചെമ്മീനിലാണെങ്കിലും അതുപോലെ തന്നെ ഫിഷിൽ, ഈ ഫിഷ് ഫ്രൈയിലാണെങ്കിലും എല്ലാത്തിലും. ഏത് പക്ഷെ മറ്റേ ചോറ് വേണം എന്ന് പറയുന്നത് അല്ലേ? അത് ഉച്ചയ്ക്ക് വരണം എന്ന്. അടിപൊളി ഫുഡ്, അടിപൊളി കമ്പനി, അടിപൊളി വെതർ, എല്ലാം സെറ്റായിട്ടുണ്ട്. നല്ല ഏരിയ അല്ലേ പറയാ? നല്ല ഏരിയ കണ്ട. ഇതൊക്കെയാ എന്റെ ഫ്രണ്ട്സ് പറയുക അടിപൊളിയായിരിക്കും കേട്ടല്ലോ. എന്റെ ഫ്രണ്ട്സും അടിപൊളിയാ. ഹഗ്ഗി കൊടുക്ക്. ദുബായ് വരുമ്പോ കാണാന്ന് പറയാം. ഞാൻ വരാടാ, നെക്സ്റ്റ് സമയം കിട്ടിയില്ലല്ലോ. നെക്സ്റ്റ് ടൈം എന്തായാലും വരും. നീ നാട്ടിൽ വരുമ്പോ ഇത്തവണ എനിക്ക് കാണാൻ പറ്റില്ല. പോവും. അപ്പൊ നെക്സ്റ്റ് ടൈം എന്തായാലും കാണാം. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ എവറിത്തിങ്. ഓക്കെടാ, കാണാപ്പ. നീ അവരോടൊക്കെ പറഞ്ഞേക്ക് നമ്മളാണ് ബഡീസ്. റിനുവിനോടും നാസോടൊക്കെ അവരെല്ലാരും കൂടെ ഒക്കെ കൂടെ. പക്ഷെ ഞാൻ ഇത്തവണ ഞാൻ ഇല്ല. നെക്സ്റ്റ് ടൈം എന്തായാലും. ഓക്കെ. എല്ലാവരോടും കൂടെ ഒരുമിച്ച് നിർത്തിയല്ലേ? അതെ. വിടാം.